കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടുകൂടി ഇന്നിപ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടത്തിപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു സംരംഭം ഏറ്റവും നല്ലൊരു സംരംഭമാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി പാവങ്ങളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറക്കാറാണ് നമുക്ക് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാവങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളും നമ്മുടെ താലൂക്കിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാവിധ അസുഖങ്ങൾക്കും നമ്മുടെ ആശുപത്രി തന്നെയാണ് സമീപിക്കാറുള്ളത്. ഡെയിലി നമ്മൾക്കറിയാം 1000-1500 ആൾക്കാരാണ് ഡെയിലി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വന്നു പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കുകളും ഇവിടെ ഒരുപാടുണ്ടെന്നാണ്. അതിനനുസരിച്ച് നമുക്ക് ഡോക്ടേഴ്സോ സ്റ്റാഫോ നമുക്ക് ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാപനത്തിനും നമ്മുടെ ആസ്പത്രിക്കും അത് കുറേയധികം നമുക്ക് ബാധിക്കാറുണ്ട്. എങ്കിലും ഇന്നിപ്പോൾ ഇങ്ങനെ 50 പേർക്ക് ഉള്ള ഒരു സംരംഭം തന്നതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, കാര്യം പിറന്നു വീണ കുഞ്ഞിന് അതൊന്നും അറിയില്ല. പക്ഷേ അവരുടേതായിട്ടുള്ള അമ്മമാർക്ക് ഇതുപോലെ ഒരു ആദ്യത്തെ കുട്ടിക്ക് ഒരു കിറ്റ് കിട്ടുമ്പോഴത്തേക്കും അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. SCFCയുടെ സഹകരണത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. SCFC ചെയർമാൻ അഡ്വക്കേറ്റ് NS അരവിന്ദാക്ഷൻ, ചേർത്തല ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ്, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷിബു S, റിട്ടയേർഡ് കേണൽ S വിജയൻ, CAS സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ചേർത്തല മേഖലാ സെക്രട്ടറി P മധു എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ചെറുകിട കേബിൾ TV സംരംഭമായിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ കീഴിലുള്ള ചാനൽ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടുകൂടി കേരളത്തിലെ താലൂക്ക് ആശുപത്രികളിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജനിക്കുന്ന 50 കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഓരോ വർഷവും 50 എന്നുള്ള രീതിയിൽ നടത്തിയിരിക്കുന്നു. തുടർന്ന് അത് ആവർത്തിക്കുന്ന രീതിയിലേക്കാണ് ഓരോ സ്പോൺസർഷിപ്പിൻ്റെ സഹായത്തോടും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി സംഘടനകൾ നമുക്കറിയാം, പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുള്ളതാണ്. നമ്മൾ കേബിൾ TV മറ്റ് സംവിധാനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന ഒരു വിഹിതം അത് തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിബദ്ധതയുള്ള സംഘടനയാണ് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ. അതിൻ്റെ കീഴിലുള്ള ചാനലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TV പ്രൊവൈഡേഴ്സാണ് കേരള വിഷൻ. ഏതാണ്ട് 30 ലക്ഷത്തോളം വീടുകളിലാണ് കേരള വിഷൻ്റെ സർവീസ് ഇപ്പോൾ ഞങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ്, കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറാണ് കേരള വിഷൻ. കേരള വിഷന് 12 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സാണ് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 42 ലക്ഷത്തോളം വീടുകളിൽ സർവീസ് ഡിജിറ്റൽ കേബിൾ TVയും ബ്രോഡ്ബാൻഡ് സർവീസും നൽകുന്ന ഇന്ത്യയിലെ 10 കമ്പനികളിലെ പ്രധാനപ്പെട്ട 5-6 സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. അപ്പോൾ ഞങ്ങളുടെ കൺസ്യൂമർ ബേസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം വരും, 1.5 കോടിയോളം ആളുകളുമായിട്ടാണ് ഞങ്ങളുടെ കൺസ്യൂമർ റിലേഷൻഷിപ്പ് ഉള്ളത്. അത്രയും വലിയ നെറ്റ്വർക്കാണ് കേരള വിഷനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ നെറ്റ്വർക്കിൽ ഇത്രയും വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ മാധ്യമ സംരംഭങ്ങൾ, ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളൊന്നാണ്. ന്യൂസ് 24 മലയാളം എന്ന് പറയുന്നത് കേരള വിഷൻ്റെ പാർട്ടിസിപ്പേഷനുള്ള ന്യൂസ് ചാനലാണ്. തന്നെയല്ല, ഇപ്പോൾ ഇവിടുത്തെ KMCയെ പോലെ 80ഓളം പ്രാദേശിക വാർത്താ ചാനലുകൾ കേരള വിഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മാധ്യമരംഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്തും ഒക്കെ ഇത്രയും വലിയ നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് കേരള വിഷൻ.